ഹലോ, ഞാൻ റിജോസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സീസിറ്റി മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗം CSET പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ജനറൽ സയൻസിൽ ബയോളജി. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒറിജിൻസ് ഓൺ എറർസ് പറഞ്ഞിരുന്നു. അപ്പോൾ ഒറിജിൻസ് ഓൺ എറർസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്യാമറയുടെ ക്ലാരിറ്റി പോയി. അതുകൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഭാഗമേ നമ്മൾ പറഞ്ഞുള്ളൂ എന്ന് പറയാം. അതന്നെ ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒറിജിൻസ് ഓൺ എറർസ് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഒറിജിൻസ് ഓൺ എറർസ് ഇവിടെ നിന്ന് മുതൽ തുടങ്ങിയാണ്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്, അത് പറയുന്നത്. അപ്പോൾ ഒറിജിൻസ് ഓൺ എറർസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ കുറെ ഭാഗം വരുന്നുണ്ട് ഒറിജിൻസ് ഓൺ എറർസിൻ്റെ. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹ്യൂമൻ ബ്രെയിൻ, ഒരു ബോക്സിൽ ഹ്യൂമൻ ബ്രെയിൻ, ജനറൽ സെൻട്രൽ നെർവസ് സിസ്റ്റം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫിഗർ, ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ നെർവ്സ്. ഇതോടുകൂടി അവസാനിക്കാണ്. ഇവിടെയാണ് ഒറിജിൻസ് ഓൺ എറർസ് അവസാനിക്കുന്നത്, ലാസ്റ്റ് പാർട്ട് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ സെൻസ് ഓർഗൻസ് തുടങ്ങിയാണ്. അപ്പം നമ്മൾ ഒറിജിൻസ് ഓൺ എറർസ് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറയണമെന്ന് നമ്മൾ സൂചിപ്പിച്ചല്ല. അപ്പം നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ഹ്യൂമൻ ബ്രെയിൻ പറയാനാണ് വിചാരിക്കുന്നത്. എന്നാൽ ഈ നമ്മൾ ഈ ടോപ്പിക്സിൻ്റെ ഒരു സ്റ്റൈല് മനസ്സിലാക്കാൻ വേണ്ടി ഇത് കാണിക്കണം എന്നുള്ളൂ. ഇതിൻ്റെ ആൻസേഴ്സൊക്കെ എന്താ പറയുക, ആൻസേഴ്സ് അല്ല, സോറി, ഇതിൻ്റെ ഒരു ഈ ടോപ്പിക്ക് എന്താ പറയുക, ടോപ്പിക്ക് സെറ്റ് ചെയ്തേക്കുന്ന ഒരു രീതി നമ്മൾ വീഡിയോയിൽ ഒന്ന് കാണിച്ചു തന്നുള്ളൂ. അത് ഈ ബുക്കിൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് പറയാം. അപ്പം ഹ്യൂമൻ ബ്രെയിൻ എന്തായാലും നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഒറിജിൻസ് ഓൺ എറർസ് പറഞ്ഞതിന് ശേഷം നമുക്ക് പറയാം ഒറിജിൻസ് ഓൺ എറർസ്. ഈ ഓർഡറിൽ തന്നെ പറയുന്നതായിരിക്കും എല്ലാം കൊണ്ട് സൗകര്യം. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ പറയാമെന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ പിന്നെ ഒരു ഉപകാരമുണ്ട്, ടോപ്പിക്സിനൊക്കെ ഒരു കറക്റ്റായിട്ടൊരു ഓർഡർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളിതൊക്കെ പ്രാധാന്യം എടുത്ത് പറയുന്നത്. അപ്പം നമുക്ക് ഒറിജിൻസ് ഓൺ എറർസ് നോക്കാം. ഒറിജിൻസ് ഓൺ എറർസ്. The origin in some cases is single. That is, the whole nerve emerges from the nervous center by a single root. In others, the nerve arises from 2 or more roots, which come off from different parts of the nerve center, sometimes widely apart from each other. Often, when a nerve arises in this way by 2 roots, the functions of the 2 roots are different. Example, in the spinal nerves, each of which arises by 2 roots. The anterior is motor and the posterior is sensory. The point where the nerve root or roots emerge from the surface of the nervous center is named the superficial or apparent origin, but the fibers of the nerve can be traced for a certain distance into the substance of the nervous center to some portion of the gray matter, which constitute the deep or real origin of the nerve. The centrifugal or afferent nerve fibers originated in the nerve cells of the gray substance, the axis cylinder process of the cells being prolonged to form the fibers. In the case of the centripetal or afferent nerves, the fibers grow inward from either nerve cells in the organs of special sense (example the retina) or nerve center. They branch and send their ultimate twins among the cells, but without uniting with them. Peripheral terminations of nerves. Nerve fibers terminate peripherally in various ways, and this may be conveniently studied in sensory and motor nerves. Motor nerves, this can be traced into either unstripped or stripped muscular fibers.
In unstripped or involuntary muscles, nerves are derived from the sympathetic and are composed mainly of non-modulated fibers. Near their terminations, they divide into numerous branches, which communicate and form intimate plexuses, small triangular nuclear bodies. Bracketile ganglion cells are situated at the junction of the branches. From this plexuses minute, branches are given off, which divide and break up into the ultimate fibrillae, of which the nerves are composed. This fibrillae pulse between the involuntary muscle cells and terminate in minute swellings on the surface of the cells opposite the nuclei. Organs of nerves നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞു, ഒരിക്കൽ കൂടി പറയാണ്. ഇവിടെയാണ് ഇത് അവസാനിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ organs of nerves. The origin in some cases is single. That is, the whole nerve emerges from the nervous center by a single root. In others, the nerve arises from two or more roots, which come off from different parts of the nerve center, sometimes widely apart from each other. Often, when a nerve arises in this way by two roots, the functions of these two roots are different. Example, in the spinal nerves, each of which arises by two roots. The anterior is motor and the posterior is sensory. The point where the nerve root or roots emerge from the surface of the nervous center is named the superficial or apparent origin. But the fibers of the nerve can be traced for a certain distance into the substance of the nervous center to some portion of the gray matter, which constitute the deep or real origin of the nerve. The centrifugal or afferent nerve fibers originated in the nerve cells of the gray substance, the axis cylinder process of the cells being prolonged to form the fibers. In the case of the centripetal or afferent nerves, the fibers grow inward from either nerve cells in the organs of the special sense. Bracketile example, the retina or nerve center. The branch and send their ultimate twins among the cells, but without uniting with them. Peripheral terminations of nerves. Nerve fibers terminate peripherally in various ways, and this may be conveniently studied in sensory and motor nerves. Motor nerves, this can be traced into either unstripped or stripped muscular fibers. In unstripped or involuntary muscles, nerves are derived from the sympathetic and are composed mainly of non-modulated fibers. Near their terminations, they divide into numerous branches, which communicate and form intimate plexuses, small triangular nuclear bodies, bracketly ganglion cells, are situated at the junction of the branches. From this plexuses minute, branches are given off, which divide and break up into the ultimate fibrillae, of which the nerves are composed. This fibrillae course between the involuntary muscle cells and terminate in minute swellings on the surface of the cells opposite the nuclei. അപ്പോൾ origins of nerves നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഹ്യൂമൻ ബ്രെയിൻ പറയാനുണ്ട്. അതുപോലെ തന്നെ വേറെ ടോപ്പിക് കൂടി നമുക്ക് പറയാനുണ്ട്. നമുക്ക് ഹ്യൂമൻ ബ്രെയിൻ പറയാനേക്ക് മുന്നേ ഈ സൈഡിലൊരു ടോപ്പിക് ഉണ്ട്, അത് പറയാം. അതിനുശേഷം ഹ്യൂമൻ ബ്രെയിൻ പറയാം. Evaluation and natural selection too. Another important condition for evaluation is the spatial isolation of subpopulations from a main population. If a remote subpopulation cannot trade genes to the main population, natural selection acts differently, resulting in divergent evaluation. As no two patches of habitat are absolutely identical, differences in gene frequency emerge between the two populations. Isolation can be due to distance, mountain, barriers, a river, etc.
The best known example of natural selection operating in a modern species is the development of pesticide resistance in many insect species. Natural selection in the absence of pesticides could not lead to changes in the frequencies of genes causing resistance to chemical pesticides. However, once the spraying of pesticides started, individuals that happened to possess resistant genes became much more frequent as they survived the applications. Also, they were able to pass a greater percentage of their genes on to the next generation's gene pool. Resultantly, the introduction of pesticides into the environment provided a tremendous selective pressure to increase the frequency of resistant genes in the pest populations. അപ്പോൾ ഇവാലുവേഷൻ ആൻഡ് നാച്ചുറൽ സെലക്ഷൻ 2 ആണ് നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ ദയവ് ക്ഷമിക്കുക. ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരാഴ്ചയെ പറയുന്നുള്ളത്. ഇനി നമുക്ക് ഹ്യൂമൻ ബ്രെയിൻ ആണ് പറയാനുള്ളത്. ചില ടോപ്പിക്ക് മാസം 2 പ്രാവശ്യം പറയുന്നുള്ളൂ, കാരണം നമുക്ക് സമയം കൂടിയും നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം 2 പ്രാവശ്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പ്രാവശ്യം 4 പ്രാവശ്യം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിക്ക് ഒന്നും കവർ ആവില്ല. അതുകൊണ്ട് നമ്മൾ ഈ രീതിക്ക് അങ്ങ് പോകണമെന്നുള്ളൂ. ഹ്യൂമൻ ബ്രെയിൻ പറയാം. ഇനി നമുക്ക് പറയാനുള്ളത് ഹ്യൂമൻ ബ്രെയിൻ. The human brain consists of 2 parts, namely the brain lodged in the brain case (skull) and the spinal cord lodged in the vertebral column. General, the weight of the average human brain triples between birth and adulthood. The final weight of the brain in an adult male is about 1.4 kg and 1.3 kg in the case of a woman, which averages about 3% of the body weight of a normal person. The brain uses about 20% of the oxygen a man breathes, 20% of calories a man takes in and about 50% of body blood. The average brain contains about 10,000 million neurons, microscopic nerves cells. Third, central nervous system. The brain and the spinal cord, along with the nerves, constitute the nervous system. The brain consists of 1. Cerebrum. The largest part of the brain consists of 2 hemispheres separated by corpus callosum, a deep median furrow. It controls voluntary actions and is the seat of intelligence, memory, association, imagination, and will. 2. Cerebellum, attached to cerebrum and situated next to the medulla. This is a large mass having ridges and furrows. It regulates muscular movement of locomotion. 3. Medulla oblongata. It is the lowermost part of the brain, which continues as the spinal cord in the vertebral column. It controls involuntary action. 4. Spinal cord. It is the elongated, nearly cylindrical continuation of the medulla. It is enclosed in vertebrae and runs down the back. The length of the spinal cord in an average man is about 1 meter (3.3 ft). 5. Nerves, whitish cords consisting of large numbers of exceedingly fine filaments (nerve fibers) of variable diameter. Nerves are bound together in bundles by fibrous tissues. ഇനി അടുത്തത് അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റം മനസ്സിലാന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഫങ്ഷൻസ് ഓഫ് നെർവ്സ്. നെർവ് ഫൈബേഴ്സ് ട്രാൻസ്മിറ്റ് മെസ്സേജസ് നെർവ് ഇമ്പൾസസ് both to and fro from the central nervous system to various parts of the body. The fibers that carry impulses from the
central nervous system are called efferent. Many of these pass to the muscle to make them contact and are therefore called motor nerve fibers. Those carrying impulses to the central nervous system are called efferent fibers. The information they transmit from the skin and deeper tissues often evokes subjective sensation within the nervous system, hence they are called sensory nerve fibers. ഇനി ഒരു ഫിഗറാണ് വന്നത്. ആ ഫിഗർ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറയാണ്. സെറിബ്രം, പോൺസ്, സെറിബ്രം, സെറിബ്രൽ പെൻഡ്യൂക്കിൾ, superior pendicle, middle pendicle, inferior pendicle, medulla oblongata. അപ്പം നമ്മൾ ജസ്റ്റ് വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ കാണിക്കുന്നത് സെറിബ്രം, പിന്നെ സെറിബ്രം, പോൺസ്, സെറിബ്രൽ പെൻഡ്യൂക്കിൾ, പിന്നെ സുപ്പീരിയർ പെൻഡ്യൂക്കിൾ, പിന്നെ മിഡിൽ പെൻഡ്യൂക്കിൾ, പിന്നെ ഇൻഫീരിയർ പെൻഡ്യൂക്കിൾ, ഇവിടെയാണ് വരുന്നത് ഇൻഫീരിയർ പെൻഡ്യൂക്കിൾ. ലാസ്റ്റ് മെഡുല്ല ഒബ്ലാങ്കേട്ട. ഈ ഫിഗർ ഒന്ന് ഓർത്ത് വെക്കുക. ജസ്റ്റ് നമ്മൾ വീഡിയോയിൽ കാണിക്കണം. Last classification of nerves. 1. Cranial. Nerves are attached to the brain and emerge from the skull. Bracketly cranium. 2. Spinal. Nerves are attached to the spinal cord, which is enclosed in the vertebral column. അപ്പോൾ ക്ലാസിഫിക്കേഷൻ നെർവ്സിൽ ക്രാനിയലും സ്പൈനൽ നെർവ്സും. അപ്പൊ ഇതുവരെ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഹ്യൂമൻ ബ്രെയിൻ മുതൽ നമ്മൾ പറഞ്ഞു. ഹ്യൂമൻ ബ്രെയിൻ ജനറൽ, സെൻട്രൽ നെർവസ് സിസ്റ്റം, പിന്നെ ഫങ്ഷൻസ് ഓഫ് നെർവ്സ്, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് നെർവ്സ്. ഇത്രയാണ് ഇതിൽ വരുന്നത് ഈ ബോക്സിൽ. നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. അപ്പൊ നമുക്ക് ഈ പറയാം സെൻസ് ഓർഗൻസ് ആണ് പറയാനുള്ളത്. സെൻസ് ഓർഗൻസ്. The organs that receive external and internal stimuli and convey the same to the central nervous system are called sense organs. This comprises the following. Sense of touch. This is due to touch corpuscles in the skin, which respond to the physical sensation of pressure, heat, cold, contact and pain. This is due to touch corpuscles in the skin, which respond to the physical sensation of pressure, heat, cold, contact and pain. The skin consists of an outer protective layer, bracketly epidermis, and an inner leaving layer, bracketly dermis. The top layer of the epidermis is composed of dead cells containing keratin. The horny scleroprotein. സോറി, നമുക്കിത് ഒരിക്കൽ കൂടി പറയാം. സെൻസ് ഓഫ് ടച്ച്. നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി പോയി. അപ്പൊ അതുകൊണ്ട് വീണ്ടും പറയാനായിരിക്കും നല്ലത്. ക്യാമറ ക്ലാരിറ്റി പോകുന്നൊരവസ്ഥ വരുന്നു. അപ്പൊ നമുക്ക് ഒരിക്കൽ കൂടി പറയാം. സെൻസ് ഓഫ് ടച്ച്. This is due to touch corpuscles in the skin, which respond to the physical sensation of pressure, heat, cold, contact and pain. The skin consists of an outer protective layer, bracketly epidermis, and an inner leaving layer, bracketly dermis. The top layer of the epidermis is composed of dead cells containing keratin. The horny scleroprotein that also makes up hair and nails. Skin is essential to a person's survival. It forms a barrier that helps prevent harmful microorganisms and chemicals from entering the body, and it also prevents the loss of life sustaining body fluids
It protects the vital structure inside the body from injury and from the potentially damaging ultraviolet rays of the sun. The skin also helps regulate body temperature, excretes some waste products, and is an important sensory organ. It contains various types of specialized nerve cells responsible for the sense of touch. Hair grows upward from the root, lengthening fibers of keratin-filled dead cells. Grouped around the semi-hollow medulla, make up the cortex, a living structure called the bulb, visible as a white lump at the end of a plucked hair. Surrounds and feeds the root. Hair grows fastest when it is short and its color is due to melanin produced by melanocytes in the bulb of the hair follicle. Dark hair contains true melanin like that found in the skin, while blonde and red hair result from types of melanin that contain sulfur and iron. Hair turns grey when melanocytes age and lose the enzyme necessary to produce melanin. White hair occurs when air bubbles are incorporated into the growing hair. The texture of hair results from the shape of the hair shaft. Straight hair appears round in cross section. Wavy hair has an oval shape, and the cross section of a curly hair has a elliptical or kidney shaped appearance. Nails, human fingernails and toenails, are made of dead cells containing the protein keratin. Nails have three parts: the concealed root, the body which is exposed but attached to skin, and the edge. The nail grows but from the addition of new cells at the root. Most of the nail body appears pink because of blood flowing in the tissue underneath. But at the base of the body is a pale semicircular area called the lunula. Semicircular area called the lunula. This area appears white due to an underlying thick layer of the epidermis that does not contain blood vessels. The part of the nail that is buried under the skin is called the root. Nails grow as epidermal cells below the nail root and transform into hard nail cells that accumulate at the base of the nail, pushing the rest of the nail forward. Fingernails typically grow 1 mm (0.04 in) per week. Toenails generally grow more slowly. ഇപ്പോൾ സെൻസ് ഓഫ് ടച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കിനെ ദയവായി ക്ഷമിക്കുക. അതേ സ്പോട്ടിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇത്തിരി പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് നമ്മൾ എടുത്തു പറയണമെന്നുള്ളൂ. തെറ്റൊക്കെ ആർക്കും വേണമെങ്കിൽ സംഭവിക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതിലൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സെൻസ് ഓഫ് ടച്ച് എല്ലാം ഒരുപാട് നല്ല വെറൈറ്റി വേർഡ്സ് ഒക്കെ ഉണ്ട്. ഫുള്ളായിട്ട് നമുക്ക് പറയാൻ ടൈമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം ദയവേത്. അതേ വെറൈറ്റി വേർഡ്സ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ഉള്ള വേർഡ്സുകളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള, ഇതിനും വലിയ ലെങ്ത് ആയിട്ടുള്ള ടോപ്പിക്സുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു ടോപ്പിക് നമുക്ക് പറയാം, സെൻസ് ഓഫ് ടച്ച്. ഇനി നമുക്ക് ഇതിന്റെ താഴെ വരുന്നത് സെൻസ് ഓഫ് ടേസ്റ്റ് ആണ്. ഇതിന്റെ ബാലൻസ് ഭാഗം അടുത്ത പേജിലായിട്ട് വരും. അപ്പൊ നമുക്ക് സെൻസ് ഓഫ് ടേസ്റ്റ് നമുക്ക് പിന്നെ പറയാം, കാരണം ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. ഈ 2 സെന്റൻസ് മാത്രമല്ല, അപ്പൊ അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് സൈഡിൽ ടോപ്പിക്സ് ഉള്ളതുകൊണ്ട് നമുക്ക് അത് നോക്കേണ്ടതായിട്ട് വരും. അതിനുശേഷം സെൻസ് ഓഫ് ടേസ്റ്റ് പറയാം, കാരണം ഇതിന്റെ ബാലൻസ് ഭാഗമൊക്കെ പറയേണ്ടി വരും. അപ്പൊ പിന്നെ ഈ സൈഡിലുള്ള ടോപ്പിക്സ് നമ്മൾ
മാറ്റിയിട്ടാൽ അത് ശരിയാവില്ല. അപ്പം നമുക്ക് ഇനി പറയാനുള്ളത് എയ്പ് ടു ഹ്യൂമൻ ട്രാൻസിഷൻ ആണ് പറയാനുള്ളത്. എയ്പ് ടു ഹ്യൂമൻ ട്രാൻസിഷൻ. അത് കഴിഞ്ഞിട്ട് അതിന് താഴെ ഒരു ടോപ്പിക് കൂടി വരുന്നുണ്ട്, അതുകൂടി പറയേണ്ടി വരും. എന്നിട്ട് സെൻസ് ഓഫ് ടേസ്റ്റ് നമുക്ക് ആരംഭിക്കാം. അപ്പൊ നമുക്ക് പറയാം എയ്പ് ടു ഹ്യൂമൻ ട്രാൻസിഷൻ. Ape to human transition. The fossils of the species that lived around 4 to 2 million years ago show a variety of adaptations which suggest transition from ape to human. The very early period of this transition, prior to 4 million years ago, remains poorly documented in the fossil record, but those fossils that do exist show the most primitive combinations of ape and human features. Fossils reveal much about the physical build and activities of early astrolopiths, but not everything about outward physical features, such as the color and texture of skin and hair, or about certain behaviors such as methods of obtaining food or patterns of social interactions. For these reasons, scientists study the living great apes, particularly the African apes, to better understand how early astrolopiths might have looked and behaved, and how the transition from ape to human might have occurred. For example, Australopiths resembled the great apes in characteristics like the face shape and the amount of hair on the body. Australopiths also had a brain roughly equal in size to those of the great apes, so they probably had ape-like mental abilities. Their social life probably resembled that of chimpanzees. അപ്പോൾ ape to human transition നമ്മൾ ഒരിക്കൽ കൂടി പറയാണ്. ape to human transition. The fossils of the species that lived around 4 to 2 million years ago show a variety of adaptations which suggest transition from ape to human. The very early period of this transition, prior to 4 million years ago, remains poorly documented in the fossil record, but those fossils that do exist show the most primitive combinations of ape and human features. Fossils reveal much about the physical build and activities of early Australopiths, but not everything about outward physical features, such as the color and texture of skin and hair, or about certain behaviors, such as methods of obtaining food or patterns of social interaction. For these reasons, scientists study the living great apes, particularly the African apes, to better understand how early Australopiths might have looked and behaved, and how the transition from ape to human might have occurred. For example, Australopiths resembled the great apes in characteristics like the face shape and the amount of hair on the body. Australopiths also had a brain roughly equal in size to those of the great apes, so they probably had ape-like mental abilities. Their social life probably resembled that of chimpanzees. ape to human transition നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്ക് പറയാം. ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് ദ ജോഗ്രഫിക്കൽ റേസ് തിയറിയാണ് പറയാനുള്ളത്. ദ ജോഗ്രഫിക്കൽ റേസ് തിയറി. A few anthropologists during the 1950s developed a new system of racial classification to reconcile the theory of evaluation with the observed variations among the world populations. They divided
human beings into large calories called geographical races exhibiting similar characteristics. One popular classification system recognized 9 geographical races, 1 African, 2 American. ഒരിക്കൽ കൂടി പറയാണ് the geographical race theory. A few anthropologists during the 1950s developed a new system of racial classification to reconcile the theory of evaluation with the observed variations among the world populations. They divided human beings into large categories called geographical races exhibiting similar characteristics. One popular classification system recognized 9 geographical races, 1 African, 2 American. Indian, 3 Asian, 4 Australian, 5 European, 6 Indian, 7 Malaysian, 8 Micronesian and 9 സോറി ഫാൻ്റെ കാര്യം നമ്മുടെ പേജ് പറഞ്ഞു പോയിന്. ഞാൻ ഒരിക്കൽ കൂടി പറയാണ് ദ ജോഗ്രഫിക്കൽ റേസ് തിയറി. The geographical race theory. A few anthropologists during the 1950s developed a new system of racial classification to reconcile the theory of evaluation with the observed variations among the world populations. They divided human beings into large categories called geographical races exhibiting similar characteristics. One popular classification system recognized 9 geographical races, 1 African, 2 American, 2 American, Indian, 3 Asian, 4 Australian, 5 European, 6 Indian, 7 Melanesian, 8 Micronesian and 9 Polynesian. In general, the geographical races extended throughout major continental areas and large island chains, but they did not correspond exactly to the continents. Example, the European geographical races included populations throughout Europe, in the Middle East and north of the Sahara in Africa. It also included descendants of these populations in other parts of the world, such as the whites of North America and Australia. Geographical races were believed to exist because of the isolation caused by such natural barriers as oceans, mountains, and deserts. India, for example, is partly isolated from the rest of Asia by the Himalayas. This isolation, as per this theory, permitted the Indian geographical race to develop separately from the Asian ones. This isolation, as per this theory, permitted the Indian geographical race to develop separately from the Asian ones. അപ്പം ദ ജോഗ്രഫിക്കൽ റേസ് തിയറി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് സെൻസ് ഓഫ് ടേസ്റ്റ് ആണ് പറയാനുള്ളത്. നമ്മൾ നേരത്തെ വിട്ട് കളഞ്ഞത്. അപ്പൊ സെൻസ് ഓഫ് ടേസ്റ്റ് പറയാം. സെൻസ് ഓഫ് ടേസ്റ്റ്, ദിസ് ഇസ് ഡ്യൂ ടു ടേസ്റ്റ് ബഡ്സ് ഇൻ ദ പാപ്പിലൈ ഓഫ് ദ ടങ്. The tip of the tongue is most sensitive to sweet taste, where the rear is sensitive to bitter taste. Tongue, the muscular organ in the mouth, is the primary organ of taste and important. സോറി, നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി എന്താ പറയാ, ഒരു ചേഞ്ച് വരണം. അപ്പൊ നമ്മൾ വീണ്ടും പറയാണ്, അല്ലെങ്കിൽ ശരിയാവില്ല. സെൻസ് ഓഫ് ടേസ്റ്റ് തുടക്കത്തിൽ മുതൽ പറയാണ്. ഇതെന്താ കുഴപ്പമെന്ന് വെച്ചാല്, നമുക്ക് ഇതിവിടെ വരുന്ന
ഈ എന്താ പറയുക ക്ലാരിറ്റി ഉണ്ടല്ലോ പിന്നെ നമുക്ക് കിട്ടുന്നില്ല. അതാ പ്രശ്നം, ക്യാമറയുടെ ക്ലാരിറ്റി. അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരുന്നത്. നമ്മൾ പരമാവധി നല്ലതാക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ചില സമയത്ത് അത് അങ്ങോട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ക്ലാരിറ്റി അങ്ങോട്ട് എന്താ പറയാ ശരിയാവുന്നില്ല. നമുക്ക് പറയാം സെൻസ് ഓഫ് ടേസ്റ്റ്. This is due to taste buds in the papillae of the tongue. The tip of the tongue is most sensitive to sweet taste, whereas the rear is sensitive to bitter taste. A tongue, the muscular organ in the mouth, is the primary organ of taste and important in the formation of speech and in the chewing and swallowing food. The tongue, which is covered by a mucous membrane, extends from the hyoid bone at the back of the mouth upward and forward to the lips. Its upper surface, borders and the forward part of the lower surface are free. Elsewhere, it is attached to adjacent parts of the mouth. Extrinsic muscles attach the tongue to external points and the intrinsic muscles fibers, which run vertically, transversely, and longitudinally, allow it a great range of movement. The upper surface is covered with small projections called papillae, which give it a rough texture. The color of the tongue, usually pinkish red, but discolored by various diseases, is an indication of health. The tongue serves as an organ of taste, with taste buds scattered over surface and concentrated towards the back of the tongue. In chewing, the tongue holds the food against the teeth. In swallowing, it moves the food back into the pharynx and then into the oesophagus. When the pressure of the tongue closes the opening of the trachea or windpipe together with the lips, teeth and hard palate, it also acts to form word sounds. സെൻസ് ഓഫ് ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി എടുത്തു പറയേണ്ട അവസ്ഥയാണ്. ചില സമയത്ത് അങ്ങോട്ട് ശരിയാകുന്നില്ല. നമ്മളിപ്പോൾ എത്ര നന്നാക്കാൻ ശ്രമിച്ചിട്ടും അങ്ങോട്ട് നല്ല രീതിയിലോട്ട് വരുന്നില്ല. ദയവേത് ക്ഷമിക്കുക ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ. അത് എടുത്തു പറയണമെന്ന് വെച്ചാൽ ഒരു വീഡിയോന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ക്ലാരിറ്റിയാണ്. പിന്നെ നമ്മുടെ ക്ലാസ് എടുക്കുന്നതിൻ്റെ രീതികളും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ശരിക്കും അത് ഇല്ലാതാവണ ഒരവസ്ഥയിലേക്ക് ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്യാമറയുടെ ക്ലാരിറ്റി തന്നെയാണ്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പം അത് ഇല്ലാതാവണ ഒരവസ്ഥ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് എടുത്ത് ആ സ്പോട്ടിൽ തന്നെ പറഞ്ഞു പോകും. കാരണം ഇത് ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചാലും അതിനേക്കാളും ഒരുപാട് കംഫർട്ടബിളും സ്യൂട്ടബിളും മര്യാദയാണ് നിങ്ങളോടത് തുറന്നു പറയുന്നത്. അതുകൊണ്ട് പറയണമെന്നുള്ളൂ. ഒരുപാട് ക്യാമറ ക്ലാരിറ്റിയിൽ ചേഞ്ച് വരുന്നില്ല, എന്നാലും അത്യാവശ്യം നമുക്ക് അത്ര ഒരു തൃപ്തികരമല്ല ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പറയുന്ന ടോപ്പിക്കുകളിൽ തന്നെ. അപ്പം സെൻസ് ഓഫ് ടേസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. അത്യാവശ്യം നല്ല വേർഡ്സ് ഒക്കെ ഉണ്ട് ഇതിൽ. അപ്പം അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇനി നമുക്ക് പറയാനുള്ളത് സെൻസ് ഓഫ് സ്മെല്ലുണ്ട്. സെൻസ് ഓഫ് സ്മെല്ല് ഇതിൻ്റെ ബാലൻസ് ഭാഗം അടുത്ത ഭാഗത്തായിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഒരു ഫിഗറാണ് വരുന്നത്, അനാട്ടമി ഓഫ് ദ നോസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം സെൻസ് ഓഫ് സ്മെല്ല് നമുക്ക് ഒന്നിച്ച് പറയാം, അതിന് ശേഷം നമുക്ക് അനാട്ടമി ഓഫ് ദ നോസ് പറയാം. ഇപ്പൊ തൽക്കാലം നമുക്ക് ആന്ത്രോപോളജി തുടങ്ങാം. കാരണം ആന്ത്രോപോളജിയാണ് ഇവിടെ ബാലൻസ് ആയിട്ട് നിൽക്കുന്നത്. ആന്ത്രോപോളജിയാണ് നമുക്ക് ഇനി പറയാനുള്ളത്.
അതിനുശേഷം സെൻസ് ഓഫ് സ്മെല്ല് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് അനാട്ടമി ഓഫ് ദ നോസ് എന്ന് പറയാൻ പറ്റുന്നതെന്ന് വിചാരിക്കുന്നു. മിക്കപ്പോഴും ക്യാമറയുടെ ക്ലാരിറ്റി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിക്ക് തന്നെ പറഞ്ഞു പോകും. 1 മണിക്കൂറൊക്കെ നമുക്ക് ക്യാമറയുടെ ക്ലാരിറ്റി കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, ഭയങ്കര മൂവ്മെന്റ്സ് ആയിട്ടുള്ള രീതിയിലുള്ള ക്യാമറയുടെ ക്ലാരിറ്റിയുടെ അവസ്ഥ ആ ഒരു രീതിയിലോട്ടാവും. പിന്നെ നമുക്കൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ ഇന്നലത്തെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തത് അത്തരത്തിലുള്ളതായിരുന്നു. അതാണ് അവസാനിപ്പിക്കേണ്ടി വന്നു. അതുപോലെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് പറയാനുള്ളത് ആന്ത്രോപോളജി. Anthropology, the scientific study of humanity and human culture, investigates the strategies for living that are shared by people as members of social groups. Anthropologists or the scientists examine the characteristics that human beings share as members of one species and the diverse ways by which people live in different environments. They also analyze the products of social groups, both material objects and less material creations, such as beliefs and values. Like other social scientists, anthropologists look systematically for general patterns in human behavior. They develop theories and use scientific methods to test them. Their research is comparative and cross-cultural. That is, it studies various groups of people to determine their similarities and differences. Another vital feature of anthropology is its emphasis on an insider's view of a society. ആന്ത്രോപോളജി നമുക്ക് ഒരിക്കൽ കൂടി പറയാം. Anthropology, the scientific study of humanity and human culture, investigates the strategies for living that are shared by people as members of social groups. Anthropologists or the scientists examine the characteristics that human beings share as members of one species and the diverse ways by which people live in different environments. They also analyze the products of social groups, both material objects and less material creations, such as beliefs and values. Like other social scientists, anthropologists look systematically for general patterns in human behavior. They develop theories and use scientific methods to test them. Their research is comparative and cross-cultural. That is, it studies various groups of people to determine their similarities and differences. Another vital feature of anthropology is its emphasis on an insider's view of a society. ആന്ത്രോപോളജി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് സെൻസ് ഓഫ് സ്മെല്ല്. അപ്പൊ സെൻസ് ഓഫ് സ്മെല്ല് പറഞ്ഞതിന് ശേഷം നമ്മൾ അനാട്ടമി ഓഫ് നോസ് പറയുന്നതായിരിക്കും. സെൻസ് ഓഫ് സ്മെല്ല്. This is due to the olfactory receptors in the upper portion of the nose. This respond to the air molecules through which smell is recognized in the brain. The sense of taste and smell is closely linked. This is due to the olfactory receptors in the upper portion of the nose. This respond to the air molecules through which smell is recognized in the brain. The sense of taste and smell is closely linked. The nose, the main organ of smell, it also parts of the apparatus responsible for respiration and voice. Considered anatomically, it may be divided into an external portion, the visibly projected
portion, to which the term nose is popularly restricted, and an internal portion consisting of two principal cavities or nasal fossa, bracketly separated from each other by a vertical septum, subdivided by spongy or turbinated bones that project from the outer wall into three passages, meatus, with which the various sinuses in the ethmoid, sphenoid, frontal and superior maxillary bones communicate through narrow apertures. The margins of the nostrils are usually lined with a number of stiff hair, bracketly vibriaceae, that project across the openings and serve to arrest foreign substances such as dust and smell insects which might otherwise be drawn up with a current of air intended for respiration. The skeleton or framework of the nose is partly composed of bones forming the top and sides of the bridge and partly of cartilages. On either side are an upper lateral and a lower lateral cartilage, towards the end of which are attached 3 or 4 small cartilaginous plates termed sesamoid cartilages. On either side are an upper lateral and a lower lateral cartilage, towards the end of which are attached 3 or 4 small cartilaginous plates termed sesamoid cartilages. The cartilage of the septum separates the nostrils and, in association with the perpendicular plate of the ethmoid and with the vomer, forms a complete partition between the right and left nasal fossae. The nasal fossae, which constitute the internal part of the nose, are lofty and of considerable depth. They open in front through the nostrils and at the rear end in vertical slits on either side of the upper pharynx, above the soft palate and near the orifices of the Eustachian tubes, leading to the tympanic cavity of the ear. In the olfactory region of the nose, the mucous membrane is very thick and colored by a brown pigment. The olfactory nerve or nerve of smell terminates in the nasal cavity in several small branches. This ramify in the soft mucous membrane and end in tiny varicose fibers, which in turn terminate in elongated epithelial cells projecting into the free surface of the nose. അപ്പോൾ സെൻസ് ഓഫ് സ്മെല്ല് ഇതുവരെയുള്ള നമ്മൾ പറഞ്ഞെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ പറഞ്ഞത് സെൻസ് ഓഫ് സ്മെല്ലിൻ്റെ. ഇനി അടുത്തത് തുടങ്ങുന്ന സെൻസ് ഓഫ് സൈറ്റ്. അതിന് മുന്നേ നമുക്ക് അനാട്ടമി ഓഫ് നോസ് പറയാനുണ്ട്. നമുക്കിനി അത് നോക്കാം. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. സെൻസ് ഓഫ് സ്മെല്ലിൽ അതുപോലെ തന്നെ ക്യാമറയുടെ ക്ലാരിറ്റിയും കുറവ്. ഇനി നമുക്ക് പറയാനുള്ളത് അനാട്ടമി ഓഫ് ദ നോസ് ആണ് പറയാനുള്ളത്. ബോക്സിലുള്ളത് നമ്മൾ നേരത്തെ എന്താ പറയാ മാറ്റിവെച്ച ഭാഗം. Anatomy of the nose. The uppermost portion of the human respiratory system. The nose is a hollow air passage that functions in breathing and in the sense of smell. The nasal cavity moistens and warms
incoming air, while small hair and mucus filter out harmful particles and microorganisms. This illustration depicts the interior of the human nose. ഇനി ഒരു ഫിഗർ പോലെ കൊടുത്തേക്കാണ് അനാട്ടമി ഓഫ് നോസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ജസ്റ്റ് വെറുതെ വായിക്കണം. അതിന് ശേഷം നമ്മൾ പേന വെച്ച് ടച്ച് ചെയ്ത് ഒരിക്കൽ കൂടി പറയും. ഫ്രണ്ടൽ സൈനസ്, ഓൾഫാക്ടറി ബൾബ്, സ്പിനോയിഡൽ സൈനസ്, നെയ്സൽ ബോൺ, നെയ്സോഫാർനിക്സ്, കാറ്റിലേജ്, നെയ്സൽ കേവിറ്റി, ലിപ്പ് മസ്കിൾ, ടീത്ത്, ഫാരനിഗൽ ടൺസിൽ, ടങ്ക്. ഇത്രയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന് ജസ്റ്റ് നമ്മൾ പാന വെച്ച് കാണിക്കാണ്. ഫ്രണ്ടൽ സൈനസ്, ഓൾഫാക്ടറി ബൾബ്, സ്പിനോയിഡൽ സൈനസ്, നെയ്സോഫാരിനിക്സ്, നെയ്സൽ ബോൺ, നെയ്സോഫാരിനിക്സ്, പിന്നെ കാർട്ടിലേജ്, നെയ്സൽ ക്യാവിറ്റി, ലിപ്പ് മസ്കിൾ, ടീത്ത്, ടങ്ക്, ഫാരിംഗിൽ ടോൺസിൽ. ഇത്രയാണ് ഇതിൽ വരുന്നത്. പറ്റാവുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അനാട്ടമി ഓഫ് ദ നോസ് ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഞാൻ വീഡിയോയിലൊന്ന് കാണിക്കാണ്. അനാട്ടമി ഓഫ് ദ നോസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിലെ വേർഡ്സ് ഒക്കെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് സെൻസ് ഓഫ് സൈറ്റ്. The eyeball, almost a perfect sphere of 2.5 cm diameter, consists of 3 coatings, namely sclerotic upper coating continues with the transparent cornea in front. Within the sclerotic is the middle layer called choroid and the inner line called retina. The membrane covering the cornea is called conjunctiva. The cavity of the eyeball is filled with aqueous humor and vitreous humor, with a convex lens situated in front. The lens attached to the ciliary body is situated behind the iris. The iris is the colored portion of the eyeball situated behind the cornea, which automatically adjusts the size of the pupil. The circular opening or diaphragm in the iris through which light passes to the intensity of light falling on it. In bright light, the iris automatically shuts tighter, reducing the amount of light entering the pupil. In order to form an image on the retina, light must pass through all the media of the eye: cornea, aqueous humor, lens, vitreous humor, and be brought to a focus on the retina to form an upside down image on it. The process of interpretation takes place in the brain.
In order to form an image on the retina, light must pass through all the media of the eye, cornea, aqueous humor, lens, vitreous humor, and be brought to a focus on the retina to form an upside down image on it. The process of interpretation takes place in the brain. സെൻസ് ഓഫ് സൈറ്റിൽ ഐ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയണത് സെൻസ് ഓഫ് ഹിയറിംഗ്. സെൻസ് ഓഫ് ഹിയറിംഗ്. ദ ഇയേഴ്സ് ഹാവ് ടു മെയിൻ ഫങ്ഷൻസ്: ഡിറ്റക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് sound and maintenance of the body balance. Broadly, there is divided into three main regions: outer, middle, and inner ear. Sound waves or vibrations in the air are collected by the pinna, which act as a sound collector, and travel to the eardrum, which is set into vibration. The ossicles transmit the vibration to the inner ear, where they causes waves in the fluid called perilymph, filling the coiled tube of cochlea. These waves vibrate the basilar membrane, which is tuned in a way that each part responds to a different frequency, and along it are some 10,000 sensory structures, the rods or corti. These structures convert the basilar membrane's vibrations into nerve impulses, which reach the brain along the auditory nerve, where they are intersected into sound. സെൻസ് ഓഫ് ഹിയറിംഗ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു ടോപ്പിക്കാണ്, അപ്പം ഇതൊന്ന് ശ്രദ്ധിച്ച് ഇതിൻ്റെ വേർഡ്സ് ഒക്കെ ഒന്ന് നോക്കി പോവുക. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് മെയിൻ്റനൻസ് ഓഫ് ബാലൻസ് പറയാനുണ്ട്. ഇതും ചെറിയ ടോപ്പിക്ക് തന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിസീസ് എന്ന് പറഞ്ഞൊരു വിഭാഗം വരുന്നുണ്ട്. ഡിസീസ് ടെർമിനോളജി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അത് സൈഡിലുള്ള ടോപ്പിക്സ് ആണ്, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം സൈഡിൽ ടോപ്പിക്സ് ഉള്ളത്. നമുക്ക് മെയിൻ്റനൻസ് ഓഫ് ബാലൻസ് നോക്കാം. മെയിൻ്റനൻസ് ഓഫ് ബാലൻസ്. Another function performed by the ears is maintenance of balance, which is achieved by three semicircular canals and the utricle and saccule, all of which are filled with fluid. The semicircular canals detect movement in three panels of right angles and so provide a stream of information for the brain on movements of the head. The utricle and saccule detect tilting of the head and combine with the canals to give rapid controls of balance in normal circumstances. Maintenance of balance നമുക്ക് ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. Maintenance of balance. Another function performed by the ears is maintenance of balance, which is achieved by three semicircular canals and the utricle and saccule, all of which are filled with fluid. The semicircular canals detect movement in three planes of right angles and so provide a stream of information for the brain on movements of the head. The utricle and saccule detect tilting of the head and combine with the canals to give rapid control of balance in normal circumstances. മെയിൻ്റനൻസ് ഓഫ് ബാലൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ഡിസീസ്. Any condition that disturbs the normal functioning of a living organism, whether in whole or in separate organs or systems, is called a disease. It may also be defined as the failure of an organism to respond adaptively to its environment. The term disease usually does not include basic aging process,
through a number of degenerative conditions associated with aging are also considered diseases. All organisms from the simplest to the most complex are subject to diseases, while the causes of some diseases remain unidentified. Recognized causes range from living or non-living agents that invade or otherwise affect the body to various environmental, psychological conditions and hereditary factors. ഡിസീസ് നമുക്ക് ഒരിക്കൽ കൂടി പറയാം. Any condition that disturbs the normal functioning of a living organism, whether in whole or in separate organs or systems, is called disease. It may also be defined as the failure of an organism to respond adaptively to its environment. The term disease usually does not include basic aging process. Through a number of degenerative conditions associated with aging are also considered diseases. All organisms, from the simplest to the most complex, are subject to diseases, while the causes of some diseases remain unidentified. Recognized causes range from living or non-living agents that invade or otherwise affect the body to various environmental, psychological conditions and hereditary factors. ക്യാമറയുടെ ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. അപ്പൊ ഡിസീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഡിസീസ് ടെർമിനോളജി 1 എന്ന് പറഞ്ഞിട്ടാണ് പറയാനുള്ളത്. ഡിസീസ് ടെർമിനോളജി 1 നമ്മൾ ചില ഭാഗങ്ങളൊക്കെ 2 പ്രാവശ്യം വെച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാം നമുക്ക് പറയാനാവില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് വെച്ച് പറഞ്ഞോളൂ. ചിലത് എന്താ പറയാ, ചെറിയ ടോപ്പിക്സുകളാണ് കൂടുതലും എനിക്ക് 2 പ്രാവശ്യം വെച്ച് പറഞ്ഞേക്കണത്. ചിലത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാലും നമുക്ക് പറ്റുന്നത് പറയണം, അത്രേ ഉള്ളൂ. ബാക്കി നിങ്ങൾ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക, സഹകരിക്കുക. ഇനി നമുക്ക് ഡിസീസ് ടെർമിനോളജി 1 പറയാം. കാരണം എല്ലാം നമ്മൾ കുറെ തവണ പറയാന്ന് വെച്ചാൽ നടക്കില്ല. കാരണം സമയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് പറയാത്തത്, അല്ലാണ്ട് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ബാക്കി നിങ്ങളൊക്കെ ഒന്ന് എന്താ പറയാ, പരമാവധി നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ദയവായിട്ട്. ഡിസീസ് ടെർമിനോളജി 1. Disease terminology 1. Disease terminology 1. Acute disease characterized by abrupt or sudden onset, usually with severe symptoms. An acute disease lasts a comparatively short time, not more than a few weeks. Chronic disease characterized by longer duration, often months or years. It is usually associated with symptoms of less severe intensity. Communicable disease. It is transmissible by direct or indirect contact with the infection. Complicating disease. It occurs during or after an illness due to the changes produced by the original disease. Congenital disease present in an infant at birth. It may be caused by hereditary factors or result from a parental condition or disease. Contagious disease, highly transmissible disease. Deficiency disease, resulting from the lack of vitamins or minerals in the diet or a failure to absorb vitamins or minerals from the food. Endemic disease, it occurs continuously or recurrently in a particular geographic region. In epidemic disease, it simultaneously attacks on
attacks a large number of persons living in a particular geographic region. Hereditary disease transmitted from parent to the offspring genetically. Idiopathic disease. Here the cause is unknown. Idiopathic disease. Here the cause is unknown. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കാട്ടോ. നമ്മൾ പരമാവധി നല്ല രീതിയിൽ പറയാൻ നോക്കുന്നുണ്ട്. ചില വേർഡ്സൊക്കെ നമ്മൾ പറയുമ്പോൾ അങ്ങോട്ട് ശരിയാവുന്നില്ല. എന്താ പറയുക, അത്യാവശ്യം വെറൈറ്റി വേർഡ്സൊക്കെയാണ് കുറേയൊക്കെ വരുന്നത്. ഈ ലാസ്റ്റ് വേർഡ്സ് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ടഫാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നല്ലതുപോലെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതും വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സാണ് ഇപ്പം നമ്മൾ കുറേ ഭാഗത്തൊക്കെ എടുത്തത് കാണാൻ സാധിച്ചത്. അപ്പം അതൊക്കെ ഒന്ന് ഇങ്ങനത്തെ വേർഡ്സുകളൊക്കെ ഒന്ന് ദയവേത് ശ്രദ്ധിക്കണം എന്നുള്ളത് പ്രത്യേകം പറയാണ്. അപ്പം ഡിസീസ് ടെർമിനോളജി 1 കുറേ കൊടുത്തിട്ടുണ്ടല്ലോ. അക്യൂട്ട് ഡിസീസ്, ക്രോണിക് ഡിസീസ്, കമ്മ്യൂണിക്കബിൾ ഡിസീസ്, കോംപ്ലിക്കേറ്റിംഗ് ഡിസീസ്, കോൺജിനേറ്റൽ ഡിസീസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്കിനി അടുത്ത ടോപ്പിക്ക് നോക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് ഹെൽത്ത് ആൻഡ് ഡിസീസസ് ആണ്. അതിൽ കാർഡിയോവാസ്കുലർ ഡിസീസസ്, ഹെൽത്ത് ആൻഡ് ഡിസീസസ്, കാർഡിയോവാസ്കുലർ ഡിസീസസ്. The diseases of heart and blood vessels, such as coronary heart diseases and stroke, are called cardiovascular diseases. The most common factor behind such diseases is atherosclerosis, the deposition of yellow fatty streaks containing a high proportion of cholesterol on the inner wall of arteries. The deposits, called as atheromatous plaques, from beneath the inner lining known as the endothelium. Later, fibers are deposited in the cholesterol, and this often start to calcify the become hard, a process known as arteriosclerosis. As the plaques increase in size, they protrude into the lumen of the artery and begin to block it. This commonly occurs in the aorta and coronary arteries, which supply blood to the heart. If the plaque breaks through the smooth endothelium, its rough surface commonly causes a blood clot, thrombus, which may build up until it is large enough to block the artery. The clot breaks away. It may block an artery at another location. The artery wall is made weaker by atheromatous plaques and may stretch as a result. Local stretching, called aneurysm, may rupture, a process known as hemorrhage. If thrombosis occurs in a coronary artery, coronary thrombosis, the heart is damaged and myocardial infarction (heart attack) may occur. If thrombosis occurs in the brain, cerebral thrombosis, a stroke or cerebrovascular accidents may occur. The possible causes of cardiovascular diseases are fatty foods and excess cholesterol diet, hypertension high blood pressure, smoking, etc. Irregularities in an ECG help physicians diagnose coronary heart diseases and other disorders in the muscle.
blood supply or neural control of the heart. ഒരിക്കൽ കൂടി പറയാണ്, ഹെൽത്ത് ആൻഡ് ഡിസീസസ്, cardiovascular diseases. The disease of heart and blood vessels such as coronary heart disease and stroke are called cardiovascular diseases. The most common factor behind such diseases and atherosclerosis, at the deposition of yellow fatty streaks containing a high proportion of cholesterol on the inner wall of arteries. The deposits, called as erytheromatous plaques, form beneath the inner lining known as the endothelium. Later fibers are deposited in the cholesterol, and this often start to calcify and become hard, a process known as arteriosclerosis. As the plaques increase in size, they protrude into the lumen of the artery and begin to block it. This commonly occurs in the aorta and coronary arteries, which supply blood to the heart. The plaque breaks through the smooth endothelium. Its rough surface commonly causes a blood clot, thrombus, which may build up until it is large enough to block the artery. The clot breaks away. It may block an artery at another location. The artery wall is made weaker by erytheromatous plaques and may stretch as a result. Local stretching, called aneurysm, may rupture a process known as hemorrhage. If thrombosis occurs in a coronary artery, coronary thrombosis, the heart is damaged and myocardial infarction, heart attack, may occur. If a thrombosis occurs in the brain, cerebral thrombosis, a stroke or cerebrovascular accidents may occur. The possible causes of cardiovascular diseases are fatty foods and excess cholesterol diet, hypertension, high blood pressure, smoking, etc. Irregularities in an ECG help physicians diagnose coronary heart diseases and other disorders in the muscle, blood supply, or neural control of the heart. ഇപ്പോൾ ഹെൽത്ത് ആൻഡ് ഡിസീസസിൽ കാർഡിയോവാസ്കുലർ ഡിസീസാണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നല്ലപോലെ വന്നിട്ടുണ്ട്. ഈ വേർഡ്സുകൾ നമ്മൾ പറഞ്ഞപ്പോൾ തെറ്റ് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് പറയാനങ്ങോട്ട് സാധിച്ചില്ല നല്ല രീതിയിൽ തന്നെ. അപ്പോൾ ദയവേത് നിങ്ങൾ ക്ഷമിക്കുക സ്പെല്ലിംഗ് മിസ്റ്റേക്കിനൊക്കെ. ഈ വേർഡ്സുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പോകണം. ഞാനിപ്പോൾ പറയണത് തെറ്റുണ്ടാവും, എന്നാലും പറയാണ്. എയ്ത്രോസ്ക്ലെറോസിസ്, പിന്നെ ആട്രോമൈറ്റസ് പ്ലാക്യൂസ്, പിന്നെ ആർട്രിയോസ്ക്ലിറോസിസ്, ത്രോംബസ് കുഴപ്പമില്ല, ഹൈമോർഹേജ്, പിന്നെ ഇത്രയാണ് കൂടുതലും വരുന്നത്. എയ്ത്രോസ്ക്ലിറോസിസ്, പിന്നെ എയ്ത്രോമൈറ്റസ് പ്ലാക്യൂസ്, ആർട്ടറിയോസ്ക്ലിറോസിസ്, പിന്നെ എന്നിട്ടാണ് ആനെയൂറിസം. അത്ര ടഫൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ നമ്മൾ പറഞ്ഞപ്പോൾ എന്താ പറയാ തെറ്റ് വന്നുപോയി നമ്മൾ പറഞ്ഞ സ്പോട്ടിൽ. സ്പെല്ലിംഗ് മിസ്റ്റേക്കിനെ കുറിച്ച് പിന്നെ നമ്മൾ ആ പറയുന്ന ആ ടൈമിൽ തന്നെ പറഞ്ഞു പോകാറുണ്ട്, അല്ലെങ്കിൽ അതൊരിക്കലും ശരിയാവില്ല എന്ന് തോന്നുന്നതുകൊണ്ടാണ് നമ്മൾ ആ രീതിക്ക് പറഞ്ഞു പോകണത്. എന്തായാലും ഈ വേർഡ്സിലൊക്കെ ശ്രദ്ധിക്കുക. എന്തായാലും
വളരെ വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെയാണ് കാർഡിയോവാസ്കുലർ ഡിസീസിൽ വരുന്നത്. അപ്പം അതൊക്കെ ഒന്ന് നോക്കി പോവുക. അതുപോലെ തന്നെ കൊറോണറി ത്രോംബോസിസ്, സെറിബ്രൽ ത്രോംബോസിസ്, ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നതൊക്കെ മൈക്രോകാർഡിയൽ ഇൻഫാർക്ഷൻ, ഹെമോർഹേജ്, ത്രോംബസ്, അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. അപ്പം നമ്മളെന്തായാലും വീഡിയോ അവസാനിപ്പിക്കാണ്. നമ്മുടെ മൈക്കിലെ ചാർജൊക്കെ തീരാറായി. ഇനി അധികം പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. അപ്പം അതുകൊണ്ട് ഇതുവരെ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഹെൽത്ത് ആൻഡ് ഡിസീസസിൽ കാർഡിയോവാസ്കുലർ ഡിസീസാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത വീഡിയോയിൽ ഇപ്പോൾ ചെയ്യുന്ന ടോപ്പിക്ക് പറയാം. ഇനി ഡിസീസ് ടെർമിനോളജി 2 വരുന്നുണ്ട്. ക്യാൻസർ, പിന്നെ ഇമ്മ്യൂണിനൈസേഷൻ, പാസീവ് ഇമ്മ്യൂണൈസേഷൻ, ഡിസീസ് ഓഫ് ദ ഹ്യൂമൻ ബോഡി, ടൈപ്സ് ഓഫ് ഡിസീസസ്, പിന്നെ ഇൻഫെക്ഷ്യസ് കോണ്ടേജിയസ് ഡിസീസസ് ആൻഡ് ദെയർ കാരിയേഴ്സ്, പിന്നെ എപ്പിഡമിക് ഇൻഫെക്ഷ്യസ് ഡിസീസസ്. ഇത്രയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ജനറൽ സയൻസിൽ ബയോളജി. നമ്മുടെ ക്ലാസ്സിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പ്രത്യേകിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് അത് നമ്മൾ ഓരോ ടോപ്പിക്ക് എടുത്തു പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത് ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനെ കുറിച്ചാണ്. ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കുക, ഒരിക്കലും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യും, സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ എഡിറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കുക. കാരണം നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ എഡിറ്റ് ചെയ്ത് സോങ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഇതിന് മുന്നേ ചെയ്തേക്കുന്നതൊക്കെ അപ്പോൾ എഡിറ്റിങ് പഠിക്കുക എന്നുള്ളൊരു താല്പര്യം കൂടി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു പോകുന്നുള്ളൂ. അപ്പോൾ വീഡിയോസിലൊക്കെ എന്തായാലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക, സഹകരിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക. ഇത്രയൊക്കെ നമുക്ക് പറയാനുള്ളൂ. നമ്മൾ സ്ഥിരം എല്ലാ വീഡിയോയിലും പറയുന്ന ഡയലോഗ് തന്നെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക. നിങ്ങൾ വീഡിയോ കണ്ടു നോക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇവിടെ പറയാണ്. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രി എടുക്കണം എന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ട്. ഇതിന് മുന്നൊക്കെ നമ്മൾ വീഡിയോസ് എടുത്തപ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ വന്നു. നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി ഒക്കെ പോയിരുന്നു. ഈ തവണ ഭാഗ്യത്തിന് ക്ലാരിറ്റി ഒന്നും പോയില്ല. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റി. അപ്പോൾ രാത്രി എടുക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ CSCT വേണ്ടി ഉപകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നല്ലൊരു CSCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CSCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ, ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.